ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ഓണർ കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി ചെയർമാനും സുപ്രസിദ്ധ സിനിമാ താരവുമായ പ്രേംകുമാർജി അവർകളെ ബ്രാഹ്മണ സഭ വനിതാ വിഭാഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ പ്രേംകുമാർ അദ്ദേഹത്തെ ആദരിക്കാനായി സംസ്ഥാന പ്രസിഡന്റ് എച്ച് ഗണേഷ് സർ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വനിതാവിഭാഗത്തിൻ്റെ ഒരു സ്നേഹോപകാരമായി അദ്ദേഹത്തിന് ഇവിടെ எல்லாருக்கும் வணக்கம். எல்லாரும் நல்லா இருக்கா? ரொம்ப நல்லா இருக்கா? நான் நல்லா இருக்கேன். എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള ഏറ്റവും വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ബ്രാഹ്മണ സഭയുടെ തിരുവനന്തപുരം ജില്ലാ വനിതാ വിഭാഗം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഭക്ഷ്യമേള, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2011 മുതലാണ് നിങ്ങൾ ഇത്, ഇടയ്ക്ക് കോവിഡ് സമയത്ത് കുറച്ചൊന്നും മുടങ്ങിയെങ്കിലും എല്ലാ വർഷവും ഇത് മുടങ്ങാതെ നടക്കുന്ന, പ്രത്യേകിച്ചും തിരുവനന്തപുരം നിവാസികൾ വളരെ ആവേശത്തോടെ കാണുന്ന ഒരു ഭക്ഷ്യമേളയായിട്ടാണ് ഞാനത് അറിയുന്നത്. ഇതിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഓരോരുത്തരെയായിട്ടും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും ഞാൻ ആദ്യമേ അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും മലയാള സിനിമയിലെ എത്രയോ കാലമായിട്ട് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും ഇപ്പോൾ അഭിനേതാവായിട്ടും സിനിമയുടെ പല മേഖലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ രാമു മംഗലപ്പള്ളി, അദ്ദേഹം നിങ്ങളുടെ ഒരു സമുദായ അംഗം എന്നതിലുപരി സിനിമാ പ്രവർത്തകരുടെയൊക്കെ ഏറ്റവും അടുത്ത ആത്മമിത്രമാണ്. ശ്രീരാമ മംഗലപ്പള്ളിയാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വരണമെന്ന് എന്നോട് സ്നേഹത്തോടെ ആവശ്യപ്പെട്ടത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായും വരും ഈ ഒരു പരിപാടിക്ക്. കാരണം ഞാൻ അത്രയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ. സാധാരണ ഇതുപോലുള്ള ഒരു സദസ്സിൽ സംസാരിക്കുന്നവർ മുഴുവൻ പറയും, നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യരെന്നൊക്കെ പറയും. അതൊരു കയ്യടി വാങ്ങാൻ പറയുന്നതാണ്. പക്ഷെ ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഒട്ടും അതിശയോക്തിപരമായിട്ടോ ആലങ്കാരികമായിട്ടോ അല്ല. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത്രയേറെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഭാഗമാണ് നിങ്ങൾ. കാരണം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞാൻ എൻ്റെ അമ്മയെപ്പോലെ, സ്വന്തം അമ്മയെപ്പോലെ കാണുന്നതാണ് ഗോമതി അമ്മാൾ. ഞങ്ങളുടെയൊക്കെ ഒരു അമ്മയാണ് ശരിക്കും. ഗോമതി അമ്മാളിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. നന്നായി പ്രസംഗിക്കാൻ, നന്നായി എഴുതാൻ, കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ച് അതെല്ലാം മനസ്സിലാക്കി അവതരിപ്പിക്കാൻ ഒക്കെ ഇത്രയും ഒരു കേമത്വമുള്ള ഒരു വനിത. അത് ചിലക്ക് ശരിക്കും ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനമാണ് ഗോമതി അമ്മാൾ. ഗോമതി അമ്മാളുടെ സാന്നിധ്യം ഇവിടെ ഈ വേദിയിലുണ്ട്. ഞങ്ങളുടെ ഈ സമുദായത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നത് ഗോമതി അമ്മാളാണ്. അത് വർഷങ്ങളായിട്ടുള്ള ഞങ്ങളൊരു സൗഹൃദമുണ്ട്. എത്രയോ കാലമായിട്ടുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ. എത്രയോ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പല ടെലിവിഷൻ പരിപാടികളിൽ ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി സംസാരിക്കാൻ അറിയാമല്ലോ. ചർച്ചകളിലൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, അതുപോലെ കസ്തൂരിരംഗൻ സാർ, അദ്ദേഹത്തിന് ഞാൻ അങ്ങനെ ദീർഘകാലമായിട്ടുള്ള സുഹൃത്തുക്കളൊന്നുമില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഭാഗത്തോടും സമൂഹത്തോടും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു കമ്മിറ്റ്മെൻ്റൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ശ്രീ ഭാസ്കർജി, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ സൂര്യ TV-യിലൊക്കെ എത്രയോ കാലമായിട്ട് അദ്ദേഹം ചാനൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നു. പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ. ശ്രീ ജയറാം നമ്മുടെ സമുദായ അംഗമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനുമായിട്ട് ഞങ്ങൾ നല്ല സൗഹൃദമുള്ള എത്രയോ സിനിമകളിൽ ഞങ്ങൾ ഒന്നിച്ച്. ഞാൻ പറഞ്ഞു ഇതിനോടുള്ളൊരു ബഹുമാനവും ഇഷ്ടവും എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഒട്ടും ആലങ്കാരികമായിട്ടല്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുകയാണ്. എനിക്കറിയാം നിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം.
ഏതാണ്ട് ഒരു 200 വർഷം മുമ്പാണ് നിങ്ങൾ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലെത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലേ? ഏതാണ്ട് 200 വർഷത്തോളം. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിട്ട് പല കാര്യങ്ങൾക്ക്, നിങ്ങൾക്ക് വ്യവസായ ആവശ്യങ്ങൾക്ക് പല പല കാര്യങ്ങൾക്കായിട്ട് ഇവിടെ വരികയും പിന്നീട് കേരളത്തിൻ്റെ ആ സംസ്കാരവുമായി നിങ്ങൾ ഇഴുകിച്ചേരുകയും കേരളത്തിൽ പിന്നീട് നിങ്ങൾ പല തൊഴിൽ മേഖലകളിൽ, അത് വ്യവസായവും കൃഷിയും തുടങ്ങി വിവിധ മേഖലകളിൽ നിങ്ങൾ വ്യാപൃതരാവുകയും ഒക്കെ ചെയ്ത് നമ്മുടെ സർക്കാർ സർവീസിലൊക്കെ വലിയ സ്ഥാനങ്ങളിൽ ഔന്നത്യങ്ങളിൽ ഇരുന്ന വിഭാഗമാണ് നിങ്ങൾ. എനിക്കറിയാം, നമ്മുടെ സെക്രട്ടേറിയറ്റിലും AGS ഓഫീസിലും ഒക്കെ നിങ്ങളുടെ വലിയ സാന്നിധ്യം ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മാറി വന്ന ചില വ്യവസ്ഥകൾ, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥകൾ കൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരും ഒരുപാട് കമ്പനികളിലേക്ക് വലിയ അവരുടെയൊക്കെ അഡ്വൈസറായിട്ടും ഒക്കെ പ്രവർത്തിച്ച ഒരുപാട് മഹാവ്യക്തിത്വങ്ങൾ എനിക്കറിയാം. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മഹാകവി നിങ്ങളുടെ സമുദായ അംഗമാണ്. അതൊക്കെ നമ്മൾ മലയാളികൾ മുഴുവൻ ആദരവോടെ കാണുന്ന വ്യക്തിത്വമാണ്. ഒരു തമിഴ് പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ട് മലയാളത്തിൽ വന്ന് മലയാള ഭാഷയ്ക്ക് എത്രയേറെ വലിയ സംഭാവന നൽകിയ നമ്മുടെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാനം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നാണ് പറയുന്നത്. അതിനകത്ത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വം ഒരുപക്ഷെ ഈ ക്ഷേത്രപ്രവേശന വിളംബരവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വലിയ സംഭാവന തന്നെയുണ്ട്. എല്ലാ മനുഷ്യർക്കും ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമുദായ അംഗമെന്നതിലൊക്കെ ഉപരി ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ, ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കായി പ്രവർത്തിച്ച ആ രീതിയിലൊക്കെ അദ്ദേഹം അടയാളപ്പെടേണ്ടതുണ്ട് ചരിത്രത്തിൽ. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ, കവിതയിലൊക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള മഹാസംഭാവനകൾ, അതൊക്കെ മലയാളികൾ എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് മേഖലകളിൽ നിങ്ങളുടെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. കേരളത്തിൻ്റെ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് നിങ്ങൾ. വലിയ സംഭാവനകൾ, കേരളത്തിൻ്റെ ഒരു പുരോഗതിക്കും ഒക്കെ വലിയ സംഭാവനകൾ നൽകിയ ഒരു വിഭാഗമാണ്. പക്ഷേ നിങ്ങളൊരു ഭൂരിപക്ഷ വിഭാഗമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും ഒരു സംഘടിത ശക്തിയായിട്ട് മാറുകയോ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വലിയ പോരാട്ടങ്ങളുമൊക്കെ നടത്തി അങ്ങനെ ഒരു പാതയിലേക്കൊന്നും നിങ്ങളങ്ങനെ പോയിട്ടില്ല. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ ശാന്ത സ്വഭാവികളായിട്ടുള്ള ഒരു വിഭാഗമാണ് നിങ്ങൾ. അത് നിങ്ങളുടെ ഉള്ളിലൊരു സാത്വികമായ ഒരു ഭാവം നിങ്ങൾക്കുണ്ട്, നിങ്ങളിലൊരു ആത്മീയതയുണ്ട്. നിങ്ങൾ നല്ല ഈശ്വര ചിന്തയും ഈശ്വര വിചാരവും അങ്ങനെ ഒരു ജീവിതം ജീവിക്കുകയും ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിങ്ങൾ ഏറ്റവും സ്തുത്യർഹമായ രീതിയിൽ തികഞ്ഞ കമ്മിറ്റ്മെന്റോട് കൂടി പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ പല വ്യക്തിത്വങ്ങളും എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് അത് പറയുന്നത്. എല്ലാ മേഖലയിലും നിങ്ങൾ വളരെ സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ ഈ ചതിയും വഞ്ചനയും കളവൊന്നും ഇല്ലാത്ത വളരെ സത്യത്തിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് എനിക്ക് അത്രയേറെ ആദരവും ഇഷ്ടമുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ മനസ്സിലായില്ല ഞാൻ പറഞ്ഞിട്ടും വെറുതെ അല്ല എന്നുള്ളത്. അപ്പൊ ഈ ആൾക്കാർ എങ്ങനെയെങ്കിലും പറ്റിച്ച് പണമുണ്ടാക്കുക, ജീവിക്കുക എന്നൊക്കെയുള്ള ഒരു ആധുനിക കാലത്തെ ഒരു തത്വശാസ്ത്രമുണ്ട് മനുഷ്യന്റെ. അതിലൊന്നും പെടാതെ സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും ഒക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിൽ അങ്ങനെ വലിയ കോടീശ്വരന്മാരൊന്നുമായി അനധികൃതമായി പണം സമ്പാദിച്ചിട്ടുള്ളവരൊക്കെ കുറച്ചുപേരുണ്ടാവാം, തീർച്ചയായും. ഒരുപാട് വ്യവസായ പ്രമുഖർ, കൺസ്ട്രക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വ്യക്തിത്വങ്ങളൊക്കെ എനിക്കറിയാം, നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ. പക്ഷേ നിങ്ങൾ ബഹുഭൂരിപക്ഷവും ഒരു സാധാരണ ജീവിതം നയിക്കുന്ന, ഒട്ടും ആഡംബരഭ്രമമില്ലാതെ ഒട്ടും ദൂർത്തടിക്കാതെ വളരെ കൃത്യതയോടുകൂടി ജീവിക്കുന്ന ഒരു ലളിതമായ ജീവിതം ജീവിച്ചു പോകുന്ന ഒരു സമൂഹമായിട്ടാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ചെമ്പൈ BSN കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന 2-3 സുഹൃത്തുക്കൾ, ഒന്നൊരു കുമാർ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. കുമാർ സൈക്കോളജി ആയിരുന്നു ഞാൻ ഡിഗ്രിക്ക് എൻ്റെ സബ്ജക്റ്റ്. കുമാർ ഈ ഭാഗത്ത് എവിടെയാണ്, എനിക്ക് കൃത്യമായി വീട് എവിടെയാണെന്ന് അറിയാം. പക്ഷെ കുമാർ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയി. പഠിക്കുന്ന കാലത്ത് ഏറ്റവും സമർത്ഥനായ, നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു കുമാർ. ഈ കോട്ടയ്ക്കകത്ത് ഏതോ ഒരു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കുമാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. പക്ഷെ അടുത്ത കാലത്താണ് അദ്ദേഹം നമ്മളെ വിട്ടു. അത് കുറെ വൈകിട്ടാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ കുമാറിനെ കുറിച്ചൊക്കെ ഇരിക്കുന്നത്, കുമാർ ഏറ്റവും നല്ല സമർത്ഥനായ ഒരു വിദ്യാർത്ഥി. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നു എങ്കിൽ ഇന്നിപ്പോ വലിയൊരു ഔന്നത്യത്തിലേക്ക് എത്തേണ്ട ഒരു വ്യക്തിയായിരുന്നു. അത് അദ്ദേഹം ജന്മനാ തന്നെ ഉള്ള ചില
പ്രശ്നങ്ങളുണ്ടായിരുന്നു, രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കുമാരങ്ങളെ പറ്റി എൻ്റെ ഏറ്റവും നല്ലൊരു സൗഹൃദമായിരുന്നു. അപ്പോൾ നിങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് വളരെ വ്യക്തമായി അറിയാം. ഞാൻ തൊട്ടപ്പുറത്ത് കഴക്കൂട്ടത്താണ് ഞാൻ താമസിക്കുന്നത്. എത്രയോ കാലമായിട്ട് ഞാൻ ഇതുവഴിയൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ അഗ്രഹാരങ്ങൾക്ക് മുമ്പിൽ നിങ്ങളിരുന്ന് ഈ കോലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇതുവഴി കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു സദസ്സിൽ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാനൊരു ഭാഗ്യം കിട്ടുമെന്നൊന്നും ഞാൻ അന്ന് കരുതിയിരുന്നില്ല. പലപ്പോഴും ഞാനിങ്ങനെ കാണുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ നിന്ന് വളരെ ഭക്തിപൂർവ്വം ഈ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെയൊക്കെ ഈ പരിസരങ്ങളിൽ നിങ്ങളുടെ ഒരു വലിയ ആത്മീയത തുളുമ്പുന്ന ഒരു ജീവിതം അടുത്തു നിന്ന് ഇങ്ങനെ വളരെ അടുത്തു നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ ഏതാണ്ട് അടുത്തു നിന്ന് ഇതിൻ്റെ സമീപത്തൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു ആദരവും ഇഷ്ടവും ഒന്നിനൊന്ന് വർദ്ധിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നൽകുന്ന ഈ ഒരു ഭക്ഷ്യമേള, ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഭക്ഷ്യമേള, ഇത് നിങ്ങളുടേതായ ഒരു നൈപുണ്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള വനിതകൾ, അവർ പാചകരംഗത്ത് വലിയ വിദഗ്ധരാണെന്ന് എനിക്കറിയാം. നിങ്ങളുടേതായ ഒരുപാട് തനത് രുചികൾ, തനത് വിഭവങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സ്വന്തം കൈകൾ കൊണ്ടുണ്ടാക്കി നൽകുന്ന, ഞാൻ എൻ്റെ വീടിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു അമ്മാൾ എനിക്കറിയാം. എൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അമ്മയും തിരുനെൽവേലി ഭാഗത്ത് നിന്ന് വന്നതാണ്. അമ്മ സ്വന്തമായിട്ട് കൈകൾ കൊണ്ടുണ്ടാക്കുന്ന മുറുക്ക്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണം അതായിരുന്നു ആ ഒരു ഭക്ഷണം. ഞാനിപ്പോൾ ഗോപി അമ്മ എന്നോട് പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ കൈകൊണ്ട് മുറുക്കുണ്ടാക്കുന്ന, അത് വളരെ മാനുവലായിട്ടാണ്. നമ്മൾ യന്ത്രങ്ങളുടെയൊക്കെ ഒരു കാലത്ത്, യന്ത്രവൽക്കരണത്തിൻ്റെ ഒരു കാലത്ത് അതിലേക്കൊന്നും പോകാതെ നിങ്ങളുടേതായ തനത് വിഭവങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും സ്വാദിഷ്ടമായ, ആരോഗ്യപൂർണമായ, പോഷകസമൃദ്ധമായ നിങ്ങളുടെ അത്തരം നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുന്ന നമ്മുടെ അമ്മമാരുടെ കൈപ്പുണ്യത്തിൻ്റെ ആ സ്വാദം അത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോലെ അത് ഈ പൊതുസമൂഹം മുഴുവൻ അറിയണം. നിങ്ങളുടെ ഈ രുചി വൈവിധ്യങ്ങൾ, നിങ്ങളുടെ ഈ ഒരു പാചകത്തിൻ്റെ വൈദഗ്ധ്യം എന്ന് നിശ്ചയിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ വിഭവങ്ങൾ, അതിന് പൊതുസമൂഹവും വലിയ ആവശ്യത്തോടെയാണ് നിങ്ങളുടെ ഓരോ വിഭവങ്ങളെയും അവരേറ്റെടുക്കുന്നത്. ഈ ഒരു ഭക്ഷ്യമേളയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേർ ഉണ്ട്. ഓരോ വർഷം കഴിയുന്തോറും ഇതിൻ്റെ ഒരു മേന്മ ഇങ്ങനെ കൂടി വരികയാണ്. വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ ഔന്നത്യങ്ങളിലേക്ക്, കൂടുതൽ പ്രസിദ്ധിയിലേക്ക് ഇതുപോലെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇടം പിടിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു മേളയെക്കുറിച്ചൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ ഞാൻ കണ്ടു. ഇന്ന് കേരളകൗമുദി പത്രത്തിലുമൊക്കെ പ്രത്യേക ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് തീർച്ചയായും ഇത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഒരു രുചി വൈവിധ്യം ലോകത്തെ അറിയിക്കുക മാത്രമല്ല, ഇത് നിങ്ങളുടെ കൂട്ടത്തിൽ വളരെ ആവശ്യത അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു മാറിയ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ നിങ്ങളുടെ ഒരു പുതിയ തലമുറയ്ക്കൊക്കെ തൊഴിലവസരങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞിരിക്കുന്നു എനിക്കറിയാം. മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥയല്ലല്ലോ, ഇന്നിപ്പോൾ വലിയ രീതിയിൽ ഇതൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ കിട്ടുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളൊക്കെ ഒരുപാട് ഉന്നത കുലജാതർ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ആ രീതിയിലാണ് നിങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ന്യായമായ ഒരുപാട് അവകാശങ്ങൾ അത് പലപ്പോഴും അത് സംരക്ഷിക്കപ്പെടാതെ പോകുന്നു. അത്തരം വലിയ വെല്ലുവിളി ഇന്നിപ്പോൾ നിങ്ങളുടെ പുതിയ തലമുറ നേരിടുന്നുണ്ട് എന്നും ഞങ്ങൾക്കറിയാം. അതൊക്കെ തീർച്ചയായിട്ടും ഒരു നീതിയുക്തമായി, നീതിപൂർവമായി, അർഹതയ്ക്ക് കൃത്യമായ അവസരങ്ങൾ ലഭിക്കത്തക്ക രീതിയിൽ ഒരു സംവിധാനം തന്നെയാണ് ഉണ്ടാകേണ്ടത്. അത് തന്നെയാണ് ഞങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നത്. അത് ഭാവിയിൽ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ, അവസരങ്ങൾ, നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ പരിഗണനയും ആ രീതിയിൽ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും പല കാര്യങ്ങളും നമ്മൾ ആ ശക്തമായ ചില ആവശ്യങ്ങളും ഒക്കെ ഉന്നയിക്കുമ്പോൾ മാത്രമാണ് അത് അധികൃതരുടെ, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ഒരു തരത്തിൽ പലപ്പോഴും നിങ്ങളെക്കുറിച്ചൊന്ന് പിന്നോക്കം വലിഞ്ഞു നിൽക്കുന്നു ആ ഒരു കാര്യത്തിൽ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശക്തമായി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹിക്കുന്ന, അനർഹമായിട്ടൊന്നും വേണ്ട, പക്ഷെ അർഹിക്കുന്ന കാര്യങ്ങൾ, ന്യായമായ കാര്യങ്ങൾ, ന്യായമായ അവകാശങ്ങൾ അത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി നിങ്ങൾ മുന്നിട്ടിറങ്ങണം എന്നുകൂടി എനിക്ക് അഭ്യർത്ഥിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഒരു സാമൂഹിക വ്യവസ്ഥ, അത് മുഖ്യധാരയിലേക്ക് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ കൂടി ഉള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പല നന്മകളും അത് തിരിച്ചു പിടിക്കാൻ
നീതിയോടെ ഉള്ള കാര്യങ്ങൾ അതിനോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടാകും എന്നും അറിയിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു, ഇതിന് കിട്ടുന്ന പണം എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് പൊതുസമൂഹവും ഇതിലൂടെ വലിയ ഒരു ആഭിമുഖ്യം കാണിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു അത്രയും ഒരു മനുഷ്യ നന്മയുടെ ജീവകാരുണ്യപരമായ ഒന്നുകൂടിയായിട്ട് ആ ഒരു തലത്തിൽ കൂടി ഇതിന് ചില അർത്ഥങ്ങളുണ്ട്. ഈ ഒരു പ്രവർത്തനത്തിന്, ഈ ഒരു ഭക്ഷ്യമേളയ്ക്ക് ഭക്ഷണമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ. യു ആർ വാട്ട് യു ഈറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷിലൊരു ഇതുണ്ട്. നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ. നിങ്ങൾ കഴിക്കുന്ന ഈ ഭക്ഷണമുണ്ടല്ലോ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഭക്ഷണം, നേരത്തെ പറഞ്ഞതുപോലെ ആ ഭക്ഷണത്തിനും ഒരു സാത്വികമായ ഭാവമുണ്ട്. ആ ഭക്ഷണത്തിനും ഒരു ശാന്തതയുടെയും ഒരു സമാധാനത്തിൻ്റെയും ഒരു ഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭക്ഷണം കഴിച്ച് ശീലിച്ച നിങ്ങളിൽ ഒരു വലിയ ക്രിമിനൽ സ്വഭാവമുള്ളവരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു അതിക്രമങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നവരോ അല്ലെങ്കിൽ അക്രമ വാസനയുള്ളവരോ ഒന്നും ഞാൻ കണ്ടു. വളരെ ശാന്ത സ്വഭാവികളായിട്ട് അത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടി ഒരു മേന്മയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരമൊരു ഭക്ഷണം ഒരുക്കുകയും അതൊരു ശീലമാക്കുകയും അത് ഈ സമൂഹത്തോട് അങ്ങനെ ഒരു സന്ദേശം നൽകുകയും കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭക്ഷണമേളയ്ക്ക് ആ തരത്തിൽ കൂടി ഒരു വലിയ അർത്ഥമുണ്ട്. അതുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ ആശംസകളും എല്ലാ അഭിവാദ്യങ്ങളും ഈ മേളയ്ക്ക് ഹൃദയപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ മുഴുവൻ സംഘാടകരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഇതൊരു വലിയ ഭാവനാപൂർണമായ ദീർഘവീക്ഷണത്തോടു കൂടിയ ഒന്നാണ്. ഇത് പൊതുസമൂഹത്തിന് വലിയ രീതിയിലുള്ള ഒരു സന്ദേശം നൽകുന്ന ഒന്നുകൂടിയായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെയൊരു മേള ഒരുക്കിയതിന് ഇതിന്റെ എല്ലാ സംഘാടകരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്, എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും എല്ലാ അഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, ഗോമതി അമ്മാവിന് ഒരിക്കൽ കൂടി എല്ലാ ദീർഘായുസ്സും എല്ലാ സന്തോഷവും സമാധാനവും ഐശ്വര്യവും അത് അമ്മയ്ക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രാമമംഗലപ്പള്ളി ശ്രീ ഭാസ്കർജി, ഇവിടെ നമ്മുടെ മുരളിച്ചേട്ടനും വന്നിട്ടുണ്ട്. മുരളിച്ചേട്ടൻ്റെ ഏറ്റവും അടുത്ത ഒരു സൗഹൃദമുള്ള വ്യക്തിത്വമാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ എല്ലാ സാംസ്കാരിക സദസ്സുകളിലും സജീവ സാന്നിധ്യമാണ് മുരളിച്ചേട്ടൻ. ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ എല്ലാവരെയും ഹൃദയപൂർവ്വം എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് നിർത്താം. എന്നെ ആദരിക്കുന്ന ഒരു പരിപാടികൾക്കും പങ്കെടുക്കാത്ത ഒരാളാണ് ഞാൻ. അതെൻ്റെ ഒരു നിലപാടാണ് വർഷങ്ങളായിട്ട്. അതിന് കാരണമുണ്ട്. ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഒരുപാട് രാജ്യം കാക്കുന്ന ധീരരായ സൈനികർ, ഈ ലോകത്തിനൊക്കെ മഹാസംഭാവന നൽകിയിട്ടുള്ള മഹാഗുരുനാഥന്മാർ, ഗുരുശ്രേഷ്ഠന്മാർ, ഒരുപാട് മഹാകലാകാരന്മാർ, നമ്മളേക്ക് ദിവസവും അന്നമൂട്ടുന്ന പാവപ്പെട്ട കർഷകർ, ഇങ്ങനെ ലോകത്തിന് മഹാസംഭാവന നൽകിയ മഹത് വ്യക്തിത്വങ്ങളൊന്നും പലപ്പോഴും ഒരു ആദരവും കിട്ടാതെ കടന്നു പോകുന്ന ഒരു ലോകത്ത് എന്നെപ്പോലെ ഒരു 5-6 സിനിമകളിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരാളെ അങ്ങനെ ആദരിക്കേണ്ടതില്ല എന്ന തിരിച്ചറിവാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട അദ്ദേഹം വളരെ സ്നേഹത്തോടെ ആ പൊന്നാട നൽകിയപ്പോൾ അത് ഞാൻ കൈകളിൽ ഏറ്റുവാങ്ങിയത്. അതിനും ഒരു കാരണമുണ്ട്. ഞാനിങ്ങനെ കിട്ടുന്ന പൊന്നാടകൾ ചില വേദികളിൽ കിട്ടുമ്പോൾ ആദരിക്കരുതെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ സ്നേഹത്തോടെ പൊന്നാടകൾ നൽകാറുണ്ട്. പക്ഷെ അത് ഞാനിങ്ങനെ സ്നേഹത്തോടെ കൈകളിൽ വാങ്ങും. അതിന് കാരണം പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഗാന്ധി ഭവൻ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ ഈ തെരുവോരങ്ങളിലും അമ്പലനടകളിലും ഒക്കെ മക്കൾ ഉപേക്ഷിച്ച പ്രായമായ മനുഷ്യരെ, അമ്മമാരെ, അച്ഛന്മാരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു കനിവിൻ്റെ കേന്ദ്രമാണ് പുനലൂർ സോമരാജൻ സാർ നടത്തുന്ന. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന പൊന്നാടകൾ ശേഖരിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഈ തെരുവോരങ്ങളിലേക്ക് ഉപേക്ഷിക്കപ്പെട്ട അനാഥരായ ആ മനുഷ്യരെ, അവരിപ്പോൾ അനാഥരല്ല, അവരിപ്പോൾ വളരെ സനാഥരായിട്ടാണ് അവിടെ കഴിയുന്നത്. ആ രീതിയിലാണ് അവിടെ പരിപാലിക്കുന്നത്. ഞാൻ ആ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരെ ഈ പൊന്നാട കൊണ്ടുപോയി അവരെ അണിയിച്ച് ഞാൻ അവരെ ആദരിക്കാറുണ്ട്. അവരെ പ്രായം കൊണ്ടും അറിവുകൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടുമൊക്കെ വലിയ മനുഷ്യരാണ്. പക്ഷെ അവർ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. അത് എൻ്റെ ശരീരത്തിൽ അണിയിച്ച ഒരു പൊന്നാട കൊണ്ടുപോയി ഞാൻ അവരെ അണിയിക്കുന്നത് അനാദരവായി പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് കൈകളിൽ ഏറ്റുവാങ്ങിയത്. അതൊരു അഹങ്കാരമായിട്ട് കാണരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇവിടെയും നിങ്ങൾ നൽകിയ ഈ ഒരു സ്നേഹം, ഇഷ്ടം, അത് ഈ സമൂഹം നൽകുന്ന ഒരു സ്നേഹമാണ്, ഇഷ്ടമാണ്. അത് ആ മനുഷ്യരെ, ഈ ഉപേക്ഷിക്കപ്പെട്ട ആ
മനുഷ്യരെ അവരെ അണിയിച്ച് ഞാൻ ആദരിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഈ ഒരു പൊന്നാടയിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അവിടെ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിൽ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരെ ആദരിക്കുന്നത് അതാണ് എൻ്റെ ഒരു പതിവ്. ഇതും ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കും എന്ന് വിനയപൂർവ്വം അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. റിയലി ഇത് എല്ലാവരും ചേർന്ന് ഒരു കയ്യടി കൊടുത്തേ പറ്റൂ. ബിക്കോസ് ഐ ഹാവ് നെവർ സീൻ എ പേഴ്സൺ ലൈക്ക് ദിസ്. എല്ലാവരും പൊന്നാട അവരെ ദേഹത്തിട്ട് അണിഞ്ഞ് കാണാനാണ് ആഗ്രഹിക്കും. ഒരു സ്റ്റാൻഡിങ് അവേഷൻ തന്നെ ഇത് കൊടുത്തേ പറ്റൂ. യു ഡിസർവ് ഇറ്റ്, യു ഡിസർവ് ഇറ്റ്. വെറും ഒരു പ്രസംഗം കൊണ്ട് നിർത്തുന്നതല്ല, എൻ്റെ പ്രവൃത്തി കൊണ്ടും ഞാൻ ഇങ്ങനെയാണ് എന്ന് കാണിച്ച ഒരു വ്യക്തിയാണ്. ഐ സല്യൂട്ട് യു, ഐ സല്യൂട്ട് യു. ശ്രീ രാമു അവർകളെ ആദരിക്കുവാനായി കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ ഗണേഷ് അവർകളെയും ജില്ലാ പ്രസിഡന്റായ ശ്രീ TS മണി അവർകളെയും ക്ഷണിച്ചുകൊള്ളു. വിമൻസ് ഡേയുടെ ഭാഗമായി വനിതാ വിഭാഗം ശ്രീ പ്രേംകുമാർ അവരുടെ ഭാര്യയായ ജിഷ അവർകളെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായി ശ്രീമതി രാധാരംഗൻ അവർകളെയും ശ്രീമതി രാജലക്ഷ്മി അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.